എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൾച്ചറൽ ഹെജമനിനെ കുറിച്ചാണ്. കൾച്ചറൽ ഹെജമനി എന്നാൽ സമൂഹത്തിൽ പവറുള്ള ആളുകൾ അവരുടെ ഐഡിയാസും വാല്യൂസും മറ്റുള്ളവരുടെ ഇടയിൽ പ്രചാരിപ്പിക്കുന്നതാണ്. കുറച്ചു നാൾ കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ നോർമലായും ശരിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. ഈ ആശയം പറഞ്ഞത് ആന്റോണിയോ ഗ്രാംസ്കി എന്ന ഇറ്റാലിയൻ ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ എല്ലാ സമയത്ത് ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നാണ്. പകരം മീഡിയ, എഡ്യൂക്കേഷൻ, സിനിമ, സോഷ്യൽ മീഡിയ, മതം എന്നിവയിലൂടെ ജനങ്ങളുടെ ചിന്തകൾ സ്വാധീനിക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന് സിനിമയിലും അഡ്വർടൈസ്മെന്റ്സിലും ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ എപ്പോഴും കാണിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്ന് ജനങ്ങൾ കരുതാൻ തുടങ്ങും. ഇത് കൾച്ചറൽ ഹെജമനിയുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. മീഡിയ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത്. നമ്മൾ ദിവസവും കാണുന്ന ന്യൂസ്, സിനിമ, സോഷ്യൽ മീഡിയ കണ്ടന്റ് എന്നിവയിലൂടെ നമ്മുടെ ചിന്തകൾ സ്വാധീനിക്കപ്പെടുന്നു. പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. കൾച്ചറൽ ഹെജമനി എന്ന കോൺസെപ്റ്റ് നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്നു: നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അന്ധമായി വിശ്വസിക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്യണം. എന്നാൽ കൾച്ചറൽ ഹെജമനി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കേണ്ടത് ആവശ്യമില്ല. ചില സമയങ്ങളിൽ നല്ല സാമൂഹിക മൂല്യങ്ങൾ പ്രചാരിപ്പിക്കാനും ഇത് സഹായിക്കും. പക്ഷെ ഒരു ആശയം മാത്രം ശരിയാണെന്ന് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യമില്ല എന്ന് തോന്നിപ്പിക്കുമ്പോൾ അതിനെ വിമർശനമായ പരിശോധിക്കേണ്ടതാണ്. അവസാനമായി പറഞ്ഞ കൾച്ചറൽ ഹെജമനി എന്നാൽ പവറുള്ള ആളുകൾ അവരുടെ ഐഡിയാസും വാല്യൂസും സമൂഹത്തിൽ നോർമലായി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഈ കോൺസെപ്റ്റ് മീഡിയയിലും സമൂഹം എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.